വരൂല. ഇങ്ങനെ പിടിക്കാൻ വേണ്ടിട്ട് അവരിങ്ങനെ നിന്ന് തരൂല. പക്ഷെ അവരങ്ങനെ പിടിക്കണം. പക്ഷെ അത് സ്പീഡായിരിക്കണം. അവര് ചിന്തിക്കുന്നതിനും മുമ്പ് ആണായാലും പ്രശ്നമില്ല. ഇല്ലെങ്കിൽ മനസ്സിലായില്ലേ? പെൺകുട്ടിയായിട്ട് നിൽക്കുന്നത് ഇപ്പോഴത്തെ നമ്മളെ ട്രെയിനറാണ്. ഓക്കെ, ഇതാണ് അല്ലെങ്കിൽ പേര് അനീസാണ് ആക്രമി. ഓക്കെ, ഒരു ആക്രമി ഈ പെൺകുട്ടീനെ ആക്രമിക്കുന്നു. അപ്പൊ ഈ പെൺകുട്ടി എന്താണ് ചെയ്യേണ്ടതെന്നാണ് കാണിക്കുന്നത്. നേരത്തെ ക്ലാസ്സിലുണ്ടായിരുന്നു. ഇത് മാർഷൽ ആർട്സ് എല്ലാം പഠിക്കാൻ ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണ്. കുംഫു കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ കാസർഗോഡ് കരാട്ടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഞാൻ കാണിക്കാം. ഇങ്ങനെ പിടിക്കാം. അപ്പോൾ നമുക്ക് ഇവരെ ഇപ്പം നല്ല ആരോഗ്യമുണ്ട്. ഇവരെ ബലം പ്രയോഗിച്ചിട്ട് നമുക്ക് ഇവരെ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റൂല. ഇപ്പൊ നമുക്ക് ആരെയും പറ്റില്ല ബലം പ്രയോഗിച്ചിട്ട്. അവർക്ക് ചവിട്ടാം, മാന്താം, എന്ത് ചെയ്യാം. അപ്പൊ നമുക്ക് ആ ചില ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് കൊണ്ടുപോകാം. ഇപ്പൊ ഇങ്ങനെ പിടിക്കാം. ഈ ഭാഗം നമ്മൾ ഇവിടെ പ്രസ് ചെയ്യാം. പിന്നെ പവർ ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇപ്പൊ ഈ സമയത്ത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കൈ കൊണ്ട് അടിക്കാൻ പറ്റുമോ? ആ, ഇങ്ങനെ നമുക്ക് എത്ര ദൂരം വേണമെങ്കിൽ കൊണ്ടുപോകാം. അപ്പൊ ആ കൈ ഓങ്ങിയാൽ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഇതിപ്പോ നമ്മൾ ഷോ ചെയ്യുന്നതല്ലേ. ഈ കൈ ഞാൻ ഇപ്പൊ നമ്മൾ ഇത്ര ടൈമിങ് കൊടുക്കൂല. ഒരാളിപ്പോ പിടിക്കുന്നതെങ്കിൽ ഈ സമയം കൊടുക്കൂല. ഇപ്പൊ നമ്മൾ സമയം കൊടുക്കുന്ന സമയത്ത് അവർക്ക് വേണം പവർ ഉപയോഗിക്കാം. പക്ഷെ പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് ഓടിക്കാൻ പറ്റും. പിന്നെ അവർക്ക് ഒന്ന് ചവിട്ടാനോ അടിക്കാനോ ഒന്നും പറ്റൂല. അങ്ങനെ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഈ പോലീസുകാര് അധികം പ്രതികളെ കൊണ്ടുപോകുന്ന ഈ രീതിയിലായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ടി വിയിലെല്ലാം കണ്ടിനാ? അപ്പൊ നമുക്ക് തോന്നും ഇവര് കൈയും പിടിച്ചിട്ട് പോകുന്നതല്ലേ, അപ്പൊ അവർക്കൊന്ന് ചെയ്തൂടെ. പക്ഷെ ചെയ്യാൻ പറ്റൂല. അത് അവർക്ക് പവർ ഇല്ലാഞ്ഞിട്ടല്ല. അതിപ്പോ എന്നെ ആയാലും നമുക്കത് പ്രയോഗിക്കാൻ പറ്റൂല. നമ്മളെല്ലാം ശക്തിയെല്ലാം ചോർന്നു പോകും.